ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 43-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. തെളിഞ്ഞ ആകാശവിതാനം എന്തിൻ്റെ അഭിമാനമാണ്? ഉത്തരം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ. 2. പ്രഭാഷകൻ എത്ര മഹനീയ ദൃശ്യം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം സ്വർഗം. 3. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമെന്ന് പ്രഘോഷിക്കുന്നതാര്? ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ. 4. എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നതാരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ. 5. സൃഷ്ടാവായ കർത്താവിൻ്റെ കൽപ്പനയിൽ ഗതിവേഗം കൂട്ടുന്നതെന്തെന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത്? ഉത്തരം സൂര്യൻ. 6. സൂര്യനെ സൃഷ്ടിച്ച ഉന്നതനായ കർത്താവ് യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ സൃഷ്ടിച്ചത് എന്തിനെയാണ്? ഉത്തരം ചന്ദ്രനെ. 7. പൂർണ്ണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമായി പ്രഭാഷകൻ കാണുന്നതെന്തിനെയാണ്? ഉത്തരം ചന്ദ്രനെ. 8. ചന്ദ്രനെ നോക്കി ഉത്സവങ്ങൾ നിർണയിക്കുന്ന മനുഷ്യൻ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ചന്ദ്രക്കലയെ. 9. ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമായി പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം ചന്ദ്രക്കലയെ. 10. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്തെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഉത്സവ ദിനങ്ങൾ. 11. ആകാശത്തിൻ്റെ സൗന്ദര്യമായി പ്രഭാഷകൻ കാണുന്നത് എന്തിനെയാണ്? ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ. 12. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരനിരയായ നക്ഷത്രങ്ങൾ ആരുടെ കൽപ്പനയാലാണ് യഥാസ്ഥാനം നിലകൊള്ളുന്നത്? ഉത്തരം പരിശുദ്ധൻ്റെ. 13. പൂരിപ്പിക്കുക. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ ഡാഷിനെ സ്തുതിക്കുവിൻ. ഉത്തരം സൃഷ്ടാവിനെ. 14. മനോഹരമായ ചാപം കൊണ്ട് ആകാശത്തെ വലയം ചെയ്യുന്നതെന്താണ്? ഉത്തരം മഴവില്ല്. 15. മഴവില്ല് കുലച്ചിരിക്കുന്നത് ആരുടെ കരങ്ങളാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അത്യുന്നതൻ്റെ. 16. കർത്താവ് തൻ്റെ കൽപ്പനയിൽ അയക്കുന്നത് എന്താണ്? ഉത്തരം ഹിമവാതം. 17. എവിടെ നിന്നാണ് മേഘങ്ങൾ പക്ഷികളെപ്പോലെ പറക്കുന്നത്? ഉത്തരം സംഭരണശാലകൾ തുറന്ന്. 18. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത്? ഉത്തരം പർവ്വതങ്ങൾ. 19. കർത്താവ് തൻ്റെ മഹത്വത്താൽ ഒരുമിച്ച് കൂട്ടിയത് എന്താണ്? ഉത്തരം മേഘങ്ങളെ. 20. കർത്താവ് മേഘഗർജനം കൊണ്ട് ശാസിക്കുന്നതെന്തിനെയാണ്? ഉത്തരം ഭൂമിയെ. 21. പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ കർത്താവ് വിതറുന്നത് എന്ത്? ഉത്തരം മഞ്ഞ്. 22. വെട്ടുകിളി പറ്റം പോലെ ഇറങ്ങി വരുന്നത് എന്ത്? ഉത്തരം മഞ്ഞ്. 23. വെട്ടുകിളി പറ്റം പോലെ ഇറങ്ങി വരുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വെണ്മയുള്ള മഞ്ഞിനെ കണ്ട് വിസ്മയഭരിതമാകുന്നത് എന്ത്? ഉത്തരം മനസ്സ്. 24. കർത്താവ് ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നത് എന്ത്? ഉത്തരം തുഷാരം. 25. ചൂടുകൊണ്ട് ദഹിക്കുന്ന പർവ്വതങ്ങളെയും വരളുന്ന മരുഭൂമിയെയും അഗ്നികൊണ്ടെന്ന പോലെ വാടിക്കരിയുന്ന സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്താണ്? ഉത്തരം മൂടൽമഞ്ഞ്. 26. കർത്താവിൻ്റെ നിശ്ചയപ്രകാരം അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ പ്രതിഷ്ഠിച്ചത് എന്താണ്?
ഉത്തരം ദ്വീപുകൾ. 27. കർത്താവിൻ്റെ നിശ്ചയപ്രകാരം അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ പ്രതിഷ്ഠിച്ച ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാര്? ഉത്തരം സമുദ്രസഞ്ചാരികൾ. 28. എല്ലാം നിശ്ചിത മാർഗത്തിൽ ചലിക്കുന്നതിന് കാരണമായി പ്രഭാഷകൻ പറയുന്നത് എന്താണ്? ഉത്തരം അവിടുത്തെ വചനം. 29. ഉന്നതനും പരിശുദ്ധനും എല്ലാ സൃഷ്ടികളെയും കാൾ ഉന്നതനുമായ കർത്താവ് ജനിപ്പിക്കുന്നതെന്താണ്? ഉത്തരം ഭയവും ഭക്തിയും. 30. എല്ലാ കഴിവും ഉപയോഗിച്ച് നാം ചെയ്യണമെന്ന് പ്രഭാഷകൻ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം കർത്താവിനെ സ്തുതിക്കുവാൻ. 31. കർത്താവിനെ എങ്ങനെ പുകഴ്ത്തുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സർവശക്തിയോടും കൂടെ. 32. കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്ത്? ഉത്തരം ജ്ഞാനം. 33. സ്വന്തം ശക്തിയാൽ ലക്ഷ്യം പ്രാപിക്കുന്നതാരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കർത്താവ്. 34. പൂരിപ്പിക്കുക. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി ഡാഷും ആണ്. ഉത്തരം അത്ഭുതകരവും. 35. പൂരിപ്പിക്കുക. എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ഡാഷ് പ്രദാനം ചെയ്യുന്നു. ഉത്തരം ജ്ഞാനം. 36. പൂരിപ്പിക്കുക. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് അതിനും ഡാഷ്. ഉത്തരം ഉപരിയാണ്. 37. എല്ലാം സൃഷ്ടിച്ചത് ആരെന്നാണ് പ്രഭാഷകൻ 43:33 പറയുന്നത്? ഉത്തരം കർത്താവ്. 38. എന്തു മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എന്നാണ് പ്രഭാഷകൻ 43:32 പറയുന്നത്? ഉത്തരം അവിടുത്തെ ഏതാനും സൃഷ്ടികൾ. 39. കർത്താവ് ആർക്കാണ് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത്? ഉത്തരം തൻ്റെ ഭക്തർക്ക്. 40. പ്രഭാഷകൻ 43:17 സമാനമായ വചനഭാഗം ഏത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 29:8. 41. പ്രഭാഷകൻ 43:19 സമാനമായ വചനഭാഗം ഏത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 147:16-18. 42. പ്രഭാഷകൻ 43:24 സമാനമായ ബൈബിൾ ഭാഗം ഏത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 107:23. 43. പ്രഭാഷകൻ 43:25 സമാനമായ ബൈബിൾ ഭാഗം ഏത്? ഉത്തരം സങ്കീർത്തനങ്ങൾ 104:25-26. 44. പ്രഭാഷകൻ അദ്ധ്യായം 43 എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 33.